ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്കൊരു കൽത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ വളരെ സോഫ്റ്റായി ഇതേപോലെ നല്ലൊരു പഞ്ഞി പോലെയാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 മണിക്കൂർ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അരി മുഴുവൻ നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ 1.5 സ്പൂണ് തേങ്ങ ചിരവിയതാണ് ചേർത്തത്. 1.5 സ്പൂണ് ചോറ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 ഏലക്ക കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള ഈ ഒരു അളവിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടിപ്പോകാതെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അരച്ച അരി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനാവശ്യമുള്ള ശർക്കര പാനി തയ്യാറാക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് 4 ശർക്കര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ശർക്കര പൊടിച്ചിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിത് നന്നായിട്ട് ഈ ഒരു ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. നല്ല ലൂസായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അധികം ലൂസാവാനും ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇതുപോലെ നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂണ് നമ്മൾ ബേക്കിംഗ് സോഡ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഈ ഒരു തേങ്ങാക്കൊത്ത് നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം എണ്ണയിൽ നിന്ന് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായിട്ട് കരിഞ്ഞു പോയാൽ ഒരു മീഡിയം സൈസിൽ നമുക്കിത് ഫ്രൈ ആയിട്ട് വറന്ന് കിട്ടും. അപ്പോൾ കണ്ടോ ഇത് അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു തേങ്ങ ഒക്കെ നമ്മൾ എടുത്ത ശേഷം നമ്മൾ ഈ ഒരു മിക്സിയിൽ നേരത്തെ എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഈ ഒരു തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ വശങ്ങളും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം നമുക്കിത്. ഞാനിതുപോലെ ഒന്ന് അടച്ചു വെച്ചു. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.